കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരുന്ന ഒരു സൈനിങ് തന്നെയായിരുന്നു ദിമിയുടെ റീപ്ലേസ്മെന്റായി ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ജീസസ് ജിമിനസ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പരാജയപ്പെട്ടെങ്കിൽ പോലും ജീസസ് ജിമിനസിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർമാരെ എത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സിന് പിഴച്ചിട്ടില്ല എന്നുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ജീസസും നമുക്ക് നൽകുന്നത്. എന്തായാലും ദിമി പോയെങ്കിലും ദിമിയേക്കാൾ മികച്ച സ്ട്രൈക്കറിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നു. എന്നാൽ ദിമിയാണോ ജീസസ് ആണോ മികച്ചത്? ഇതാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. ദിമിയുടെ പകരക്കാരനാവാൻ സാധിച്ചിട്ടുണ്ടോ ജീസസ് ജിമിനസിന്? ഇത് തന്നെയാണ് നമ്മൾ ഇവരിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ 7Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്, അതായത് 7Kയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലെ അരങ്ങേറ്റ മത്സരമാണ് ജീസസ് ജിമിനസ് കളിച്ചത്. ISLലും അദ്ദേഹം കളിക്കുന്നത് ആദ്യമായിട്ട് തന്നെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോൾ കുറിക്കാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. എന്നാൽ ദിമിത്രിയോസ് ഡാമന്തക്കോസിൻ്റെ കാര്യമെടുത്ത് നോക്കാം. അദ്ദേഹം ISL 2022-23 സീസണിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ജേഴ്സി അണിഞ്ഞിറങ്ങിയ 5ാമത്തെ മത്സരത്തിലാണ് താരം ആദ്യമായി ഗോൾ കണ്ടെത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ജീസസ് ജിമിനസിനെ നമുക്ക് തള്ളിക്കളയാനാകില്ല. താരം തന്നെയാണ് ദിമിയേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരും. കൂടാതെ ദിമിയുടെ ഒരു കളിശൈലി അല്ല ജീസസിൽ നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ജീസസിൻ്റെ കയ്യിൽ നിന്നും പന്ത് പോയാൽ അത് അദ്ദേഹം തന്നെ റിക്കവർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു. അത് ഇന്നലത്തെ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ ലൂണയെ പോലൊരു താരത്തിൻ്റെ സപ്പോർട്ട് അവിടെ ജീസസിന് ലഭിച്ചിരുന്നില്ല. അത് ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ഈ താരത്തിൽ വലിയ പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇനിയുള്ള മത്സരങ്ങളിലും വയ്ക്കുന്നത്. ലൂണ തിരിച്ചെത്തുന്നതോടുകൂടി ജീസസിന് കൂടുതൽ ഗോളുകൾ നേടാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുമുള്ളത്. എന്നാൽ ജീസസ് അദ്ദേഹത്തിൻ്റെ ആദ്യ മത്സരത്തിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിരിക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും ജീസസിൻ്റെ ഈ ഗോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. ലൂണെ തിരികെ എത്തുന്നതോടുകൂടി ജീസസ് നോവ അതുപോലെ തന്നെ ലൂണ കോംബോ കാണാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ. എന്തായാലും ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ദിമിയേക്കാൾ ഒരു പടി മുമ്പിൽ നിൽക്കുന്നത് ജീസസ് ജിമിനസ് തന്നെയാണ്.